ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്നത് നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. എപ്പോഴും നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ എടുക്കണ ബൗള് ഡ്രൈ ആയിരിക്കണം. അതിൽ വെള്ളം അങ്ങനത്തെ ഒന്നും ഉണ്ടാവരുത്. അപ്പം എഗ്ഗ് ബീറ്റായി വരില്ല. അപ്പോൾ നമുക്ക് 2 എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റിലിടുക, പിന്നെ അങ്ങോട്ട് കൂട്ടി ചെയ്തെടുത്താൽ മതി. അങ്ങനെ എഗ്ഗ് നല്ലോണം ബീറ്റായി വരണം. എഗ്ഗ് നല്ലോണം പൊന്തി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ കുറച്ചായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ നല്ല ക്രീമി ആയിരിക്കണം. എന്നാലേ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്താലേ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറച്ചായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഓവറായിട്ട് കുത്തി ഇളക്കരുത്. ഇതുപോലെ പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മിനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റിലോട്ട് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചൂടായിരിക്കണം. അത് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചായി ഒഴിച്ച് കൊടുത്താൽ മതി. ഓവറായിട്ട് ചൂടുണ്ടാവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടുണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഒഴിച്ച് ഇതൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഞാനിവിടെ ബിരിയാണി പോട്ടിലാണ്. അപ്പം ഞാനത് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 30-35 മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അടച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കട്ടിയുള്ളത് വെച്ച് കൊടുക്കണം. അങ്ങനെ എനിക്കൊരു 35 മിനിറ്റിന് ശേഷം കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയിട്ട് വേണം ഇതിൽ നിന്ന് ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 3/4 കപ്പ് ക്രീമാണ് എടുത്തത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ ക്രീമാണ്. അതുകൊണ്ട് മധുരം കുറച്ച് കുറവായതുകൊണ്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്യാൻ. ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റിലിട്ടിട്ട് വേണം ആദ്യം ബീറ്റ് ചെയ്യാം. പിന്നെയാണ് സെക്കൻഡ്, തേർഡ് അതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ക്രീമൊക്കെ തിക്കായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടാറിയ കേക്ക് നമുക്കിനി ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഐസിങ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തത് ബദാമും കാഷ്യുമാണ്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇത്തിരി ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കാം. ക്രീം കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ 15 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലൊരു ഷെയ്ഡിങ് കൂടി കൊടുത്തിട്ട് വേണം നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇതാ 10 മിനിറ്റ് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ചുറ്റും നമുക്ക് ബദാമും കാഷ്യും കൂടി വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റും കൂടി ഇട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയേക്കണം. മെൽറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ റൗണ്ട് പോലെ നമുക്ക് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്, അപ്പോൾ നമുക്കിതുപോലെ കിട്ടില്ല. ഇനി നമുക്കൊരു അരിപ്പയുടെ മുകളിൽ കൂടെ ബൂസ്റ്റ് ഇട്ട് ഒന്ന് അരിച്ചാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ നെട്ടി ബബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇവിടെ കട്ട് ചെയ്യാൻ. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്യാതെ ഇത് ഓർഡർ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ.